കോഴിക്കോടും പരിസര പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതരം വ്യായാമ സംവിധാനം തുടരുന്നു. ഇത് വളരെ സൂക്ഷിക്കണമെന്നും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് എന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുന്നു, ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. അത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ തന്നെയാണ് ഈ കാര്യം പൊതുസ്ഥലത്ത് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ ചില വ്യായാമ മുറകൾ നടക്കുന്നുണ്ട്, അതിലേക്ക് കുറേ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നുണ്ട്. ഈ വ്യായാമ മുറ പഠിപ്പിക്കുന്നതെല്ലാം സൗജന്യമായിട്ടാണ്, പരിപൂർണമായി സൗജന്യമായിട്ടാണ്. മേക്ക് 7 എന്ന പേരിലാണ് ഈ വ്യായാമ മുറ അറിയപ്പെടുന്നത്. ഇത് വളരെ 2012 മറ്റോ തുടങ്ങിയതാണ്. അതിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരുപാട് ചെറുപ്പക്കാർ ആകൃഷ്ടരാകുന്നുണ്ട്, അവർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് വളരെ അപകടകരമായതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഹനൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മോഹനൻ ഇത് പൊതുരംഗത്ത് പറയുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അന്വേഷിച്ചിട്ട് ഈ വ്യായാമത്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് ഇങ്ങനെ ചെറുപ്പക്കാരുടെ ശാരീരിക ക്ഷമത കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു വ്യായാമ മുറ മാത്രമാണോ, അത് ഇതിൻ്റെ പിന്നിൽ വല്ല ഉദ്ദേശമുണ്ടോ, കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചിരിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായിട്ട് അത് നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൂടി ഇത് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇത് വളരെ വിഷയമുള്ള കാര്യമാണ്. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഒരിക്കൽ നാദാപുരത്തുണ്ടായി. നാദാപുരത്ത് ഉണ്ടായത് അത് പിന്നീട് വലിയ തീവ്രവാദി സംഘടനയായിട്ട് മാറിയാണുണ്ടായത്. നാദാപുരത്തിലെ വർഗീയ കലാപങ്ങൾക്കെല്ലാം കാരണക്കാരും ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സായിരുന്നു. അപ്പോൾ ഈ ഡിഫൻസ് ഫോഴ്സ് തുടങ്ങിയതും ഇതുപോലെ സൗജന്യമായി കായിക അഭ്യാസങ്ങൾ പഠിപ്പിക്കുകയും വ്യായാമ മുറകൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് ഒരു സാധാരണ സംഘടന പോലെയാണ് ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത്. പിന്നീട് അവർ കുറേശ്ശെ അതിൻ്റെ പേര് മാറ്റിയിട്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് മാറ്റിയതാണ്. അവരാണ് നാദാപുരത്തെ ഈ കലാപങ്ങൾക്കെല്ലാം കാരണക്കാരായതും. അതുപോലെ കോഴിക്കോട് ഇപ്പോൾ നടക്കുന്ന മാർക്ക് 7 എന്ന പേരിൽ നടക്കുന്ന ഈ വ്യായാമം, അതിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് ഇതിൽ 7 മുറകളാണ്: യോഗ, അതുപോലെ അക്യുപ്രഷർ, എറോബിക്, ധ്യാനം, മസാജ്, ഇങ്ങനെ തുടങ്ങിയുള്ള 7 കാര്യങ്ങൾ 21 മുറകളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഈ ഒരു വിമുക്ത സൈനികനായ സലാഹുദ്ദീനാണ് ഇത് തുടങ്ങി വെച്ചത് എന്നതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അദ്ദേഹമാണ് ഈ വ്യായാമ മുറ രൂപം നൽകിയതെന്ന് പറയുന്നു. 7 മുറകൾ ചേർത്തുകൊണ്ട് ഒരു 21 മുറകൾ ചെയ്യുകയും അത് ഈ ചെറുപ്പക്കാരുടെയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ സലാഹുദ്ദീനാണ്. സലാഹുദ്ദീനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു വിമുക്ത ഭടൻ മാത്രമെന്നാണ് പോലീസിന് വിവരം. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് ഉള്ളുകളി പുറത്തു വന്നത്. അത് നിരോധിക്കപ്പെട്ട സംഘടനയായ PFIയുടെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകരായിരുന്ന പലരുമാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്നത്. അതാണ് പോലീസ് പെട്ടെന്ന് ഈ വ്യായാമ സംവിധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിരിക്കുന്നതും. CPM നേതാവ് ജില്ലാ സെക്രട്ടറി അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തപ്പോൾ അത് വലിയ വിഷയമായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ വ്യായാമ മുറയിലൂടെ വീണ്ടും തീവ്രവാദി സംഘടനയെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന് സംശയിക്കേണ്ടതല്ല. അങ്ങനെയാണ് എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. പോലീസ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ.